പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ. യഹൂദികളുടെ ചാരന്മാരാണ് എന്ന് പരസ്പരം ആരോപിക്കുന്ന മുസ്ലിം പ്രബോധകരുടെ, മുസ്ലിം സംഘടനകളുടെ വളരെ സഹതാപാർഹമായ ആരോപണ പ്രത്യാരോപണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. കേരളത്തിൽ ആർക്കൊക്കെയാണ് യഹൂദികളുടെ ഏജൻസികളുള്ളത് എന്ന് പരിശോധിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. അത് പണ്ടേ നടക്കേണ്ടതായിരുന്നു. നമ്മുടെ ചേകന്നൂർ മൗലവി പറഞ്ഞിരുന്നത് ഈ ഹദീസുകൾ ഇസ്ലാമിൻ്റെ പ്രമാണമാക്കിയതും 5 വഖത്ത് നിസ്കാരം ഇസ്ലാമിൽ കൊണ്ടുവന്നതും ജൂത ഏജൻസിയുള്ള, ജൂതന്മാരുടെ ഏജൻ്റായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയാണ് എന്നാണ് ചേകന്നൂർ മൗലവി പറഞ്ഞിരുന്നത്. എന്നാൽ 5 വഖത്തുള്ള നിസ്കാരം 3 വഖത്താക്കി ചുരുക്കുകയും ഹദീസുകളുടെ പ്രാമാണികതയെ നിഷേധിക്കുകയും ഊച്ചിവിട്ടാൽ ഒന്നു പോവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ചേകന്നൂർ മൗലവി ജൂതന്മാരുടെ ലക്ഷണമൊത്ത ഏജൻ്റാണ് എന്നാണ് എല്ലാ മുഖ്യധാരാ സംഘടനകളും പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ആ ചേകന്നൂർ മൗലവി വളരെ കടക്കാരനായിട്ടാണ് അദ്ദേഹം ഇഹലോകത്തോട് വേർപിരിഞ്ഞത് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതുപോലെ തന്നെ ഇസ്ലാമിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിച്ച ജമാഅത്തെ ഇസ്ലാമി, അങ്ങനെ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വിപത്തുകൾ വരുത്തുവാൻ വേണ്ടി യഹൂദികൾ ഏർപ്പാടാക്കിയ ഏജൻ്റന്മാരാണ്, ഏജൻസിയുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ, മർഹൂം മൗലാന മൗദൂദി എന്ന് മുജാഹിദുകളും സുന്നികളും പലപ്പോഴും ആരോപിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആരോപിക്കുന്നുണ്ട്. ഷിർക്കുകളും ഖുറാഫാത്തുകളും ചെയ്യുന്ന സുന്നികൾക്ക് പിന്നിൽ യഹൂദികളാണ് എന്നുള്ളതിൽ മുജാഹിദുകൾക്ക് യാതൊരു സംശയവും ഇല്ല. മുജാഹിദുകൾ യഹൂദികളുടെ കങ്കാണിമാരാണ്, ഏജൻ്റന്മാരാണ് എന്നുള്ളതിൽ സമസ്തകൾക്ക് അല്ലെങ്കിൽ മറ്റു സുന്നി സംഘടനകൾക്ക് യാതൊരു സംശയവുമില്ല. മനുഷ്യരെ അരാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കേവല ആധ്യാത്മിക മതത്തിൻ്റെ ആളുകളായി പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിനെ ഒരു ഭക്തി പ്രസ്ഥാനമാക്കി പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടി യഹൂദികൾ നിയമിച്ച ഏജൻറ്റുമാരാണ് തബ്ലീഗുകാർ എന്ന് രാഷ്ട്രീയമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന, ഇസ്ലാമിനെ രാഷ്ട്രീയമായി കൂടി വ്യാഖ്യാനിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകരിൽ പലർക്കും അഭിപ്രായമുണ്ട്. തബ്ലീഗുകാർ ശിർക്ക് ചെയ്യുന്നു എന്നാണ് മുജാഹിദുകൾ പറയാറ്, നഊദു ബില്ലാഹ്. അതുകൊണ്ട് മുജാഹിദുകൾക്കും തബ്ലീഗുകാരുടെ ആ ഏജൻസിയുടെ കാര്യത്തിൽ ചില പരിഭവങ്ങളുണ്ട്. തബ്ലീഗുകാരാകട്ടെ ആരെക്കുറിച്ച് ഒന്നും ആരോപിക്കാറില്ല. ആ കൂട്ടത്തിൽ ഈ ഏജൻസി ആരോപണവും തബ്ലീഗുകാർക്കില്ല. ഇല്ലാത്തത് നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഏതായാലും ഇവിടെ രസകരമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ എല്ലാം ഇങ്ങനെ ഏജൻ്റന്മാരാക്കണമെങ്കിൽ ഒന്തോരം പണം ഉണ്ടായാലാണ്. യഹൂദികളാണെങ്കിൽ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കന്മാരാണ്. ഈ യഹൂദികൾ പണം കൊടുത്ത് ഇവരെയൊക്കെ ഏജൻ്റന്മാരായി ഉപയോഗിക്കണമെങ്കിൽ അവരിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി പോകുന്ന ഇലനക്കിപ്പട്ടിയുടെ കിറുനക്കിപ്പട്ടികളെക്കുറിച്ച് നമ്മൾ എത്ര പരിഹാസ്യമാണ് ആ ഒരു ആരോപണം, ആ ഒരു അവസ്ഥ, അത് എത്രത്തോളം ചിരിക്ക് വക നൽകുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. യഹൂദികൾ തന്നെ അമേരിക്ക പോലെയുള്ള വൻ ശക്തികളുടെ പിന്തുണയോടുകൂടി, താങ്ങോടുകൂടി മാത്രമാണ് നിലനിൽക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു അസ്തിത്വമോ വ്യക്തിത്വമോ ഇല്ല. അങ്ങനെയുള്ള ആളുകൾ ഈ മിടുക്കന്മാരെയൊക്കെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഏജൻസികളാക്കണമെങ്കിൽ എത്രമാത്രം സാഹസപ്പെടണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിരന്തരമായി ഈ ആരോപണങ്ങൾ കേട്ട പലർക്കും തോന്നിയിട്ടുണ്ട്, എടാ അവന്മാരെങ്ങാനും ഇനി അഥവാ പണം തന്ന് ഏജൻ്റന്മാരാക്കുന്ന ഏർപ്പാട് ഇവിടെ നിലവിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ഏജൻസി കിട്ടാൻ വേണ്ടി ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ച പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്.
അങ്ങനെ ഏജൻസി ഗിവിങ് ഓഫീസ് അല്ലെങ്കിൽ അങ്ങനെ യഹൂദിപുരം പി ഒ അല്ലെങ്കിൽ യഹൂദി മറ്റം പി ഒ എന്നൊക്കെയുള്ള പേരിൽ കാർഡൊക്കെ അയച്ചു നോക്കിയ കത്തൊക്കെ അയച്ചു നോക്കിയ ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. നഅൂദു ബില്ലാഹ്, നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ ഇവരെങ്ങാണ്ട് യഹൂദികളുടെ ഏജൻറ്റന്മാരാണ്, യഹൂദികളുടെ ഏജൻസി ഉണ്ട് എന്ന് വിചാരിച്ച് ചില സുന്നികൾ ചിലപ്പോഴൊക്കെ കൂട്ടത്തോടെ മുജാഹിദിലേക്ക് മതപരിവർത്തനം നടത്താറുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്നുള്ള പേരിൽ വിശദീകരണ യോഗമൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. 10 പൈസ കിട്ടൂല. അതുപോലെ മുജാഹിദീന്ന് ഈ സുന്നികൾ യഹൂദികളുടെ ഏജൻസി ഉള്ളവരാണ് എന്ന് പേർത്തും പറയുന്നത് കേട്ട് ചില മുജാഹിദുകൾ സുന്നിയിലേക്ക് വന്ന് നോക്കിയിട്ടുണ്ട്. വീട് പണിയാൻ, വീടിൻ്റെ കടം തീർക്കാൻ, അല്ലെങ്കിൽ കഷ്ടപ്പാട് മാറാൻ, അഥവാ ആ ഏജൻസി വകയിൽ എന്തെങ്കിലും ഒത്തെങ്കിലും എന്ന് വിചാരിച്ചു. ഒന്നുമില്ല. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര പണം ഉണ്ടായാലും ഒരു കാലത്തും കഷ്ടപ്പാടും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും വ്യഥകളും മാറാത്ത ഒരു സമൂഹമാണ് യഹൂദികൾ. അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ പലിശ ഇടപാടാണ്. പലിശ മുതലാളിമാരാണ് അവരിലെ എണ്ണം പറഞ്ഞ ആളുകളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അവരോട് ഇത്ര വിരോധം ഹിറ്റ്ലറിനുണ്ടാവാൻ ഉള്ള കാരണം, ഹിറ്റ്ലറിന് അവരോട് ശത്രുത ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണ് എന്ന് നിരീക്ഷിച്ച സാമൂഹിക നിരീക്ഷകരുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ ഈ ഏറ്റവും അവസാനം ചില ആളുകൾ ഈ ഏജൻസി, യഹൂദികളുടെ ഏജൻസി കിട്ടിയെങ്കിലും എന്ന് വിചാരിച്ച് എക്സ് മുസ്ലിങ്ങളായി നോക്കിയിട്ടുണ്ട് ചില ആളുകൾ. അവിടെ ചെന്നപ്പോഴും പട്ടിണിയാണ്. അവസാനം ആ വകുപ്പിലൊന്നും തടയൂല എന്ന് കണ്ടപ്പോൾ ആ എക്സ് മുസ്ലിം പ്രസ്ഥാനത്തിൽപ്പെട്ട ചില ആളുകളെ ഈ എക്സ് മുസ്ലിങ്ങൾ തന്നെ പറ്റിച്ച് അവർക്കിടയിൽ കശവിഷയും വിഭാഗീയതയും പ്രശ്നങ്ങളും അതും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അതിന് ഈ മുസ്ലിങ്ങൾ, പ്രസൻറ്റ് മുസ്ലിങ്ങൾ എക്സ് മുസ്ലിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മധ്യസ്ഥം പറയാൻ വേണ്ടി പോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സമുദായം വളരെ ചൈതന്യവത്തായ, വളരെ സജീവതയുള്ള, നേരം പോക്കിന് ഒരുപാട് ഐറ്റങ്ങളുള്ള ഒരു സമുദായമാണ് എന്നുള്ളത് വളരെ തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതും എന്നാണ് പറയാനുള്ളത്. മുസ്ലിങ്ങൾ പൊതുവിൽ ഈ കച്ചവടക്കാരാണല്ലോ. അതുകൊണ്ട് എവിടെ എന്ത് ആരും മിണ്ടിയാലും ഉടനെ പറയും അതിൻ്റെ പിന്നിൽ യഹൂദികളാണ്, യഹൂദികൾ പണം കൊടുത്ത് ചെയ്യിക്കുന്നതാണ്. കാരണം പണം കിട്ടുന്ന ഏർപ്പാടുകളാണ് പൊതുവിൽ നമ്മുടെ ആളുകൾക്ക് പരിചയമുള്ളത്. നല്ലതുമാണ്. ലോകത്ത് വികസനമുണ്ടാകണമെങ്കിൽ, നാഗരികത പുഷ്ടിപ്പെടണമെങ്കിൽ അങ്ങനെ നിക്ഷേപങ്ങളുണ്ടാകണം, കച്ചവടങ്ങളുണ്ടാകണം, കൊള്ളലുകളുണ്ടാകണം, കൊടുക്കലുകളുണ്ടാകണം, ആദാനപ്രദാനങ്ങളൊക്കെ ഉണ്ടാകണം. അതുകൊണ്ട് എവിടെ എന്തുണ്ടായാലും ഉടനെ തന്നെ നമ്മുടെ ആളുകൾ പറയും അതിൻ്റെ പിന്നിൽ യഹൂദികളാണ്, യഹൂദികൾ പണം കൊടുത്ത് ചെയ്യിക്കുന്നതാണ്. നമ്മൾ കച്ചവടക്കാരായതുകൊണ്ടാണത്. അങ്ങനെയാണല്ലോ നമുക്ക് മാപ്പിളമാർ എന്ന് പേര് വന്നത് പോലും. മാപ്പിള എന്ന് പറഞ്ഞാൽ മാ ഫല്ലാഹ് എന്ന വാക്ക് ലോപിച്ചാണ് മാപ്പിള. മാ ഫല്ലാഹ് എന്നുള്ളത് പറഞ്ഞാണ് മാപ്പിള എന്നായി മാറിയത്. മാ ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ കർഷകരല്ലാത്തവർ എന്നാണ്. അതായത് കേരളം നമുക്കറിയാലോ പണ്ടേ ഒരു കാർഷിക സമൂഹമായിരുന്നു, കർഷക ജനതയായിരുന്നു. അപ്പോൾ അതിൽ കച്ചവടക്കാരായിട്ടുള്ള കുറേ ആളുകൾ വന്നപ്പോൾ അവർക്ക് മാ ഫല്ലാഹ്, കൃഷിക്കാരല്ലാത്തവർ എന്നുള്ള പേര് വന്നു. അതായത് കച്ചവടക്കാർ എന്നുള്ള പേര് വന്നു. അങ്ങനെയാണ് മാപ്പിള എന്ന പദം തന്നെ ഉണ്ടായത്. ഏതായാലും ഇവന്മാരെല്ലാവരും ഏജൻസി ചോദിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ യഹൂദികൾക്കും ആകപ്പാടെ തലവേദനയായി. അതുകൊണ്ടാണ് ഇനി ആർക്കും യാതൊരു ഏജൻസിയും കൊടുക്കുന്നില്ല എന്നുള്ള തലത്തിൽ ആകെ നിരപ്പാക്കി കളയാൻ ഉള്ള പുറപ്പാട് യഹൂദികൾ നടത്തുന്നത് അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കത്തിൽ കേരളത്തിൽ ആർക്കും ഏജൻസി കിട്ടിയിട്ടില്ല. ആരും അതിനു വേണ്ടി വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ വെറുതെ ഈ പട്ടിണി കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കാര്യമൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും അവനവനെ കൊണ്ട് കഴിയുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. യഹൂദികൾ എന്ന് പറയുന്ന തൂമ്പ ടൈപ്പാണ്. ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളതല്ലാതെ അങ്ങോട്ടൊന്നും കൊടുത്തുള്ള ശീലം യഹൂദികൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ ശരികൾക്കനുസരിച്ച് ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ, മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ഇടമുണ്ട്. അതിന് യഹൂദികളുടെ പിന്തുണയോ സപ്പോർട്ടോ വേണമെന്നില്ല. അന്തിമമായിട്ട് വല്ലാഹു യഹ്കുമു ബൈനഹും ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ
വല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. അന്ത്യദിനത്തിൽ ആളുകൾ വ്യത്യസ്ത അഭിപ്രായക്കാരായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അല്ലാഹു തആല വിധി തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അതുവരെയും ഓരോരുത്തരും അവനവൻ്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെടുന്നതനുസരിച്ച് പ്രവർത്തിക്കുക. അതിന് യഹൂദികളെപ്പോലെയുള്ള യാതൊരു ബാഹ്യ ശക്തികളുടെയും ഇടപെടൽ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്.